എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തേക്ക് നോക്കേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ പൊതുവേ ഒരു മാർക്കറ്റ് വീക്കിലി ഒരു പ്യുവർ ബാലൻസ് ആയിരുന്നു. പ്യുവർ ബാലൻസ് ആവാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, അതിന് മുമ്പത്തെ നമ്മളെ ഇലക്ഷൻ്റെ ആ വീക്കിൽ നല്ല അപ്പും നല്ല ഡൗണും നടന്ന് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെൻഡ് ഡേ അപ്പ്, ട്രെൻഡ് ഡേ ഡൗൺ, വീണ്ടും ട്രെൻഡ് ഡേ അപ്പ്, അങ്ങനെ ഒരു വല്ലാത്തൊരു വോളട്ടൈൽ ഹെവി വോളട്ടൈൽ മാർക്കറ്റായിരുന്നു നമ്മുടെ മാർക്കറ്റ്. അതുകൊണ്ട് കൂടാതെ അപ്പോൾ നമ്മുടെ ഈ മാർക്കറ്റ് വലിയ വോളട്ടിലിറ്റി വന്നുകൊണ്ട് ഇംബാലൻസ് മൂവ് വളരെ ഹൈ ആയതുകൊണ്ട് മാത്രമാണ് ഈ വീക്ക് നമ്മളെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക് ബാലൻസ് വീക്കിലേക്കാണ് പോയത്. അത് സെക്കൻഡറി പാർട്ട് നമ്മുടെ വിക്സ് എന്ന് പറഞ്ഞ ആശാൻ ഏകദേശം നിങ്ങൾ നോക്കി നോക്ക്, കഴിഞ്ഞ വ്യാഴാഴ്ച 31 കിടന്ന് കഴിഞ്ഞ ആഴ്ച 31 കിടന്ന വിക്സ് ഇപ്പം നിൽക്കുന്നത് 12ആണ്. ഓൾമോസ്റ്റ് വിക്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എത്ര % കറക്ഷൻ ആൾറെഡി 80% വിക്സ് കറക്റ്റ് ചെയ്ത്, 80 70% വിക്സ് കറക്റ്റ് ചെയ്ത് 12 വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആയാൽ കൂടെ ഇത് കണ്ട ഒരു പാമ്പ് ഈ പാമ്പ് ഇങ്ങനെ അടിച്ച് കൊന്നിട്ടിരിക്കണ ഒരു പാമ്പ് കിടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കണ പാമ്പ് കിടക്കുന്നത് പോലെ തന്നെ നിഫ്റ്റിയും കിടപ്പുണ്ട്. അതേപോലെയാണ് ബാങ്ക് നിഫ്റ്റിയും കിടപ്പുള്ളത്. ഒരു ഊർജ്ജം കുറവ്, കയറാനുള്ളൊരു മാറ്റവും കുറവ്. കഴിഞ്ഞ ആഴ്ച പൊതുവേ നല്ല ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടിയായിരുന്നു, ഇൻഫ്ലേഷൻ ഡേറ്റ കൂടി, അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കുറഞ്ഞു, അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കുറഞ്ഞു. അപ്പം വേറെ ഒരു മാർക്കറ്റ് അങ്ങനെ ഒരു മാറ്റം തന്നില്ലെങ്കിൽ കൂടെ നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് വൈബിലാണ് ക്ലോസ് ചെയ്തത്. അതുകൂടാതെ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,566 ലെവലിലാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നാളെ ഹോളിഡേ ആണ്. അപ്പോൾ എല്ലാ എൻ്റെ ഫ്രണ്ട്സുകൾക്കും ബക്രീദ് ആശംസകൾ. അപ്പം മാർക്കറ്റ് നമ്മുടെ നാളെ എങ്ങനെ പോകും നോക്കണം. ഈ വീക്ക് കഴിഞ്ഞ ആഴ്ച പ്യുവർലി ബാലൻസ് വീക്കായതുകൊണ്ട് ഈ ആഴ്ച ഒരു ഇംബാലൻസ് മൂവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മൂവ് എങ്ങനെയാണ് വരുന്നത്, എത്ര വരെ പോകും എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്ത് നമുക്ക് ട്രേഡ് ഡിസൈഡ് ചെയ്യാം. അപ്പം നമുക്കൊന്ന് ആദ്യം നോക്കേണ്ടത് എന്താണ്, നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട്സ് നമുക്ക് ആദ്യം പോകാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ അപ്വേർഡ് ഡയറക്ഷൻ, തിരിച്ച് ഡൗൺവേർഡ് ഡയറക്ഷൻ, അവിടെ നിന്ന് വീണ്ടും അപ്വേർഡ് ട്രെൻഡ്, വീണ്ടും ഒരു ബാലൻസ്, വീണ്ടും ഒരു ട്രെൻഡ് ഡേ, എല്ലാം കഴിഞ്ഞ ശേഷം നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്യുവർലി ഒരു ബാലൻസ് വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ ബാലൻസ് വീക്കിൻ്റെ POC വന്നിരിക്കുന്നത് 23,351-ലും വാല്യൂ ഏരിയ ഹൈ വന്നിരിക്കുന്നത് 23,448 ഭാഗത്തുമാണ്. സോ നിഫ്റ്റി നമ്മുടെ വ്യാഴാഴ്ച വീക്കിലി ക്ലോസും വന്നിരിക്കുന്നത് 462 ഭാഗത്താണ് നിഫ്റ്റി ക്ലോസും ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാല്യൂ ഏരിയ ലോ വന്നിരിക്കുന്നത് 23,328. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഓർത്തോളൂ, ആ ബാലൻസ് ഏരിയക്കകത്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് 80% റൂൾ എന്ന് പറഞ്ഞ ട്രേഡ് സെറ്റപ്പ് വർക്കാവുകയും മാർക്കറ്റിനകത്ത് ബാലൻസ് ഏരിയക്കകത്ത് വരുമ്പോൾ വാല്യൂ ഏരിയ ഹൈയിൽ നിന്നും POCയിലേക്കും അവിടെ നിന്ന് തിരിച്ച് വാല്യൂ ഏരിയ ലോയിലും, തിരിച്ച് മാർക്കറ്റ് കയറി വരുമ്പോൾ വാല്യൂ ഏരിയ ലോ ടു POC ടു വാല്യൂ ഏരിയ ഹൈ എന്ന രീതിയിലുള്ള റൊട്ടേഷണൽ ട്രേഡ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡറെ സംബന്ധിച്ച് ഒരു കിടിലൻ ട്രേഡ് സെറ്റപ്പാണ്. വലിയ റിസ്ക് ഇല്ലാതെ ചെറിയ റിസ്കിൽ ട്രേഡ് എടുക്കാൻ വേണ്ട ദിവസമായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച മാർക്കറ്റിൽ പൊതുവെ ബാലൻസ് ഏരിയ ആയതുകൊണ്ട് നമ്മളെപ്പോലെ ട്രെൻഡ് ക്യാച്ചേഴ്സിനും അല്ലെങ്കിൽ സ്കാൽപ്പേഴ്സിനും സംബന്ധിച്ച് ട്രേഡ് വളരെ കുറവായിരുന്നു. എന്നിരുന്നാൽ കൂടി ഒരു ബെറ്ററായ രീതിയിലുള്ള ട്രേഡ് എക്സ്പെക്റ്റേഷൻസ് ഈ വീക്കിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി 23,448 താഴെ വരുമ്പോൾ തിരിച്ച് വീണ്ടും പഴയ ലെവലായ 23,400 ഈ 400 എന്ന് പറയുന്ന HBN സോണ്, അതിന് താഴെ നമ്മൾ 23,351 POCയും അതിന് താഴെ വാല്യൂ ഏരിയ ലോയും വരും. ഈ വാല്യൂ ഏരിയ ലോ 23,328 താഴെ നിഫ്റ്റി പോവുകയാണെങ്കിൽ അടുത്ത ലെവൽ 23,216 എന്ന് പറഞ്ഞ ഈ ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ 23,328 എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ബാലൻസ് ഏരിയയുടെ വാല്യൂ ഏരിയ ലോയിൽ നിന്ന് താഴെ നിഫ്റ്റി പോയാൽ മാത്രമേ ഒരു നെഗറ്റീവ് സെല്ലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അതുമല്ല 23,216 എന്ന കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രെൻഡ് ഡേയുടെ POC സപ്പോർട്ട് ചെയ്താൽ അത് പൊട്ടിയാൽ മാത്രമേ താഴോട്ട് പോവുള്ളൂ. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ ഒരു കാര്യം സംഭവിച്ചായിരുന്നു. നിഫ്റ്റി കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ച
നിഫ്റ്റിയിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. വീക്കിലി ബേസിസ് നമ്മൾ ഫെയിൽഡ് ഓപ്ഷൻ പറഞ്ഞാൽ ഡെയിലി ബേസിസ് ക്യാൻഡലിൽ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിക്കാം, അതേപോലെ വീക്കിലി ബേസിസും സംഭവിക്കാം. അപ്പം കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ വീക്കിലി FA വന്നിട്ടുണ്ട് 23,220 ഭാഗത്ത്. അത് ഫെയിൽഡ് ഓപ്ഷൻ കൺഫേം ആവുകയും അത് വീക്കിലി IBHന് ഇനിഷ്യൽ ബാലൻസ് ഹൈഡ് മുകളിൽ തന്നെയാണ്. അപ്പം വീക്കിലി ബാലൻസ് ഹൈ വീക്കിലി ഇനിഷ്യൽ ബാലൻസിൻ്റെ ഹൈഡ് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ടാർഗറ്റ് 23,606 എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് എൻ്റെ ക്യാപ്ഷനിൽ ആദ്യം വന്നിരിക്കുന്നത് നിഫ്റ്റി 23,600 കടക്കുമോ എന്ന് ചോദിച്ചതിനുള്ള ആൻസറാണ് അത്. നിഫ്റ്റിയിൽ വീക്കിലി FA ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചിട്ടുണ്ട് 23,220 ഭാഗത്ത്. അത് വീക്കിലി ഇനിഷ്യൽ ബാലൻസിൻ്റെ ഹൈഡ് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് അത് ആസ് ലോങ് ആസ് അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 23,606 എന്ന് പറഞ്ഞ ലെവലെത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് നോക്കേണ്ടത് കൃത്യമായി പറയുകയാണെങ്കിൽ 23,448 മുകളിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഒരു 606 എന്ന് പറഞ്ഞ ലെവലെത്താൻ ചാൻസിനും 606 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത ലെവൽ എത്രയാണ്? 606 മുകളിൽ അടുത്ത വരുന്ന സമയത്ത് നിഫ്റ്റിയിൽ എത്രയാണ്? 719 719 മുകളിൽ അടുത്ത വരുമ്പോൾ 821 ലെവലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,442 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 23,540 540 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 606 മുകളിൽ നിൽക്കുന്ന കാലം 718 718 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 821 വരാനുള്ള ചാൻസ് കൂടുതലാണ്. താഴോട്ട് ഞാൻ പറഞ്ഞ ഒരു ലെവൽ തന്നെയാണ്, ആ ലെവലിൽ ഒരു മാറ്റമില്ല. 23,321 താഴെ നിൽക്കുമ്പോൾ 23,216 20,20 താഴെ 23,146 74 23,024 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ മാർക്കറ്റിൽ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ ലെവൽ ഡ്രോയിങ് എല്ലാം കളഞ്ഞിട്ട് ഞാൻ ഒന്നേന്ന് ഞാൻ വരയ്ക്കാൻ പോകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആക്കി നമുക്ക് അറിയാൻ വേണ്ടി ഞാൻ വരയ്ക്കുകയാണ്. ഫസ്റ്റ് നമ്മളെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ബാലൻസ് ഷീറ്റിൻ്റെ POC എന്ന് പറഞ്ഞാൽ 23,351. അപ്പോൾ ഞാൻ 23,351 എന്ന് പറഞ്ഞ POC ഞാനൊന്ന് മാർക്ക് ചെയ്യുക. ആ POCയുടെ കളറ് പച്ചല്ല, മഗ്നീറ്റ. ഇനി നമുക്ക് ആദ്യം സപ്പോർട്ട് വരിക 23,321 നമ്മളെ സംബന്ധിച്ച് ഏതാണ്? 23,321 നമ്മളെ സംബന്ധിച്ചുള്ള 328 നമ്മളെ സംബന്ധിച്ചുള്ള വാല്യൂ ഏരിയ ലോ. അത് പൊട്ടിക്കഴിഞ്ഞാൽ 23,216 എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടാണ്. അത് സപ്പോർട്ട് എത്രയാണ്? അത് സപ്പോർട്ടൊക്കെ പച്ച കളറിൽ കൊടുത്തേക്കാം. ഈ സപ്പോർട്ടിന് പച്ചയായതുകൊണ്ട് പച്ച കളറിൽ കൊടുക്കാം. അത് പൊട്ടുകയാണെങ്കിൽ അടുത്ത 23,146 എന്ന് പറഞ്ഞാൽ 23,146. അതിന് താഴെ 23,074. അതിന് താഴെ 23,024. ഓക്കെ, 23,024. ഇതാണ് നമ്മൾ സപ്പോർട്ട് താഴേക്ക് വരുന്നത്. ഇനി മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഫസ്റ്റ് 448 ഒരു സപ്പോർട്ടുണ്ട്. നമ്മൾ അതിന് മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് 23,448 ഒരു സപ്പോർട്ടാണ്. അതിന് മുകളിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിന് മുകളിൽ നിൽക്കുന്ന കാലം 540 വരും. 540 23,540 എന്ന് പറഞ്ഞ ഭാഗം അത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. അത് വരയ്ക്കണം. പിന്നെ അടുത്തത് 23,606 23,606. അടുത്തത് എത്രയാണ്? അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 23,718 23,718 റെസിസ്റ്റൻസ്, അടുത്ത റെസിസ്റ്റൻസ്. അതിന് മുകളിൽ അടുത്ത എത്രയാണ്? 23,821 23,821. ഓക്കെ, ഇതാണ് നമുക്ക് ഈ വീക്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ. ഏതൊക്കെയാണ്? 23,351 സപ്പോർട്ട്, 23,447 എന്ന് പറഞ്ഞാൽ വാല്യൂ ഏരിയ ഹൈ ആണ്. ഈ ഇത്രയും ദിവസത്തെ ബാലൻസിൻ്റെ വാല്യൂ ഏരിയ. അതിന് മുകളിൽ നിൽക്കുന്ന കാലം 540 606 718 821 വരാനും താഴെ 448 പൊട്ടുകയാണെങ്കിൽ തിരിച്ച് 400 ചെറിയൊരു സപ്പോർട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് 400 ഞാൻ വച്ചില്ല. 23,400 ചെറിയൊരു സപ്പോർട്ടുണ്ട്. അവിടെ ഒരു HBN സോൺ ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ചെറിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വരും. അത് താഴെ 351 328 216 146 23,074 23,024 വരും. ഇതാണ് ഞാൻ നെക്സ്റ്റ് വീക്കിൽ പ്രതീക്ഷിക്കാവുന്ന മൂവ്മെൻറ്റ് ഞാൻ വരുന്നത്. ഇത് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ്സ് ചാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ട്രേഡ് എങ്ങനെ പോകുന്നു, ആ ഭാഗത്തുള്ള പ്രൈസ് ആക്ഷൻ എങ്ങനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് പോകേണ്ടത് ബാങ്ക് നിഫ്റ്റി ലെവലിൽ. ബാങ്ക് നിഫ്റ്റിയെ പോലെ നിഫ്റ്റിയെ കാട്ടിയും പെർഫെക്റ്റ് ബാലൻസ് ആണ്. കുംഭകർണൻ്റെ വയർ തള്ളി നിൽക്കുന്ന അവസ്ഥയിലുള്ള പെർഫെക്റ്റ് ബാലൻസ് ആണ് നിൽക്കുന്നത്.
അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കണം 49,960 എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വീക്കിൻ്റെ ബാലൻസ് ഏരിയയുടെ തൊട്ട് മുകളിൽ 50,000 29,000 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കണം. പെർഫെക്റ്റ്ലി 80% ഉള്ള ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കണം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം, വ്യക്തമായി ഓർത്തോളുക. 50,210 മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്താൽ മാത്രമേ ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് നിങ്ങൾ ഈ HVN സോണിന് മുകളിൽ പോയാൽ മാത്രമേ ഒരു ബുള്ളിഷ് സോണിനെ കൊണ്ട് പ്രതീക്ഷിക്കാവുള്ളൂ. അത് ഞാൻ ആ പറഞ്ഞ പഴയ ലെവലാണ് 50,210 മുകളിൽ 50,414, 530, അതിന് മുകളിൽ 50,000 എത്രയാണ് 882 വരാം ചാൻസ് ഉണ്ട്. അപ്പുറത്തെ ഓർത്തോളുക. സോ ഇനി താഴോട്ടാണെങ്കിൽ ഈ 49,850 താഴെ ഫസ്റ്റ് അടുത്ത വരുന്നത് 49,626, അതിന് താഴെ 49,515, 512. ഈ 49,512 താഴെ 49,290, 49,300 താഴെ 49,134, അതിന് താഴെ 49,060 വരെ ചെറിയൊരു സപ്പോർട്ടും റെസിസ്റ്റൻസിനും ചെറിയൊരു മാറ്റമുണ്ട്. ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഓർത്തേക്കുക. നിഫ്റ്റിയെക്കാട്ടിയും കൂടുതൽ ബാലൻസ് ഉള്ളത് ബാങ്ക് നിഫ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ആദ്യത്തിലോട്ടൊരു ബി ആണ്, B4 ബീസ്റ്റിന് വേണമെങ്കിൽ മുകളിലോട്ടും താഴോട്ടും വരാം. അപ്പോൾ POC ഈ ബാലൻസ് ഏരിയയുടെ POC വന്നിരിക്കുന്നത് 49,960, വാല്യൂ ഏരിയ ഹൈ 50,080, വാല്യൂ ഏരിയ ലോ 49,150. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 230 പോയിന്റിനകത്ത് കിടന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞാഴ്ച കളിച്ചു. ഈ ബീസിനെ സൂക്ഷിക്കുക. ഇവൻ പൊട്ടിയ പറന്ന് പറക്കും. അവനെ സംബന്ധിച്ച് 51,000 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലൊന്ന് വരച്ച് വയ്ക്കുക. നമുക്ക് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടി ബാങ്ക് നിഫ്റ്റി ലെവൽ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. നിഫ്റ്റിയിൽ നിങ്ങൾ കണ്ടല്ലോ, ബാങ്ക് നിഫ്റ്റി എല്ലാം ഞാൻ റിമൂവ് എല്ലാം കൊടുത്തിട്ട് ഞാൻ പോയി വരയ്ക്കാം. അപ്പം 49,960 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള POC. ആ POC ഞാൻ കാരണം ബാലൻസ് ഏരിയയുടെ POC മതി. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ പ്രസക്തി ഇല്ല ബാലൻസ് ഏരിയ. അപ്പോൾ വാല്യൂ ഏരിയ ഹൈ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 50,080, അതാണ് റെസിസ്റ്റൻസ്. അതിൻ്റെ കളർ എന്താണ്? അതിൻ്റെ കളർ ഞാൻ വരച്ച് വയ്ക്കുകയാണ്. നിങ്ങൾ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി കളർ അങ്ങ് വരച്ച് വയ്ക്കുകയാണ്. കേട്ടല്ലോ, ഈ കളർ ഞാൻ വരയ്ക്കുകയാണ്. 50,080 എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആണ് റെസിസ്റ്റൻസ്. അതിന് മുകളിൽ 50,210 റെസിസ്റ്റൻസ്. 50,210 നമ്മൾ ഒരു റെസിസ്റ്റൻസ്. അതിന് മുകളിൽ പോയാൽ മാത്രമേ ബൈയെക്കുറിച്ച് ചിന്തിച്ചുള്ളൂ. അതിന് മുകളിൽ വരുന്ന ഫസ്റ്റ് ടാർഗറ്റ് 50,414, 50,414. അതിന് മുകളിൽ 50, അതിന് മുകളിൽ 50,530, 50,530. അതിന് മുകളിൽ 50,856. ഇതാണ് നമ്മുടെ മുകളിലത്തെ ടാർഗറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി താഴോട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 49,850, 49,850 സപ്പോർട്ട്. ആ സപ്പോർട്ടിൻ്റെ കളർ ഞാൻ പറയാം. സപ്പോർട്ടിൻ്റെ കളർ പച്ച കളറൊക്കെ. ഇനി അടുത്ത പറഞ്ഞത് 49,616. ഓക്കെ, അതിന് താഴെ 510, 49,510, 49,510. ഓക്കെ, 49,510. അതിന് താഴെ 49,300, 49,300. അതിന് താഴെ 49,134, 49 എത്ര നമ്മൾ 49,134. അതിന് താഴെ 49,960 എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു സപ്പോർട്ടുണ്ട്, 49,060. ഓക്കെ, ഇതാണ് നമ്മൾ നാളെ അടുത്ത ആഴ്ചത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്. നിങ്ങൾ പ്രതീക്ഷിച്ചുള്ള കൃത്യമായിട്ട് നോക്കുക. ഏതൊക്കെയാണ്? 49,960 POC. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 50,080, അതിന് മുകളിൽ 50,210. 50,210 മുകളിൽ മാത്രമേ ബുള്ളിഷിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 50,210 മുകളിൽ 50,414, 50,530, 50,856. താഴെയാണെങ്കിൽ 49,850 സപ്പോർട്ട്. നെക്സ്റ്റ് 616, അത് താഴെ 510, അത് താഴെ 49,300, അതിന് താഴെ 49,134, 49,060 വരാം. ഇത് ഈ മൂവ്മെൻറ്റ് വന്നാൽ മാത്രമേ മാർക്കറ്റിന് അടുത്ത ആഴ്ച, കാരണം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ച ബാലൻസ് ആയതുകൊണ്ട് ഒരു ഇംബാലൻസ് മൂവ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം ആ ഇംബാലൻസ് മൂവ് വരുമെങ്കിൽ ക്യാച്ച് ചെയ്യുക. ഈ ലെവൽസ് നിങ്ങൾ 5 മിനിറ്റ് ചാർട്ടിൽ വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കാൽപ്പ് ചെയ്യാനുള്ള കിട്ടും. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഓർഡർ ഫ്ലോ പ്രകാരം വലിയൊരു മാറ്റമൊന്നും കണ്ടിട്ടില്ല. അമേരിക്കൻ മാർക്കറ്റൊക്കെ ജസ്റ്റ് ഫ്ലാറ്റിലൊക്കെയാണ് ചെറിയ മൈനസിലൊക്കെ ക്ലോസ് ചെയ്ത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ജൂൺ 16 അടുത്ത ആഴ്ച മുതൽ നമ്മളെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ടോക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈ 22 തോന്നുന്നു ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ബഡ്ജറ്റ് വരികയാണെങ്കിൽ ഇനി പ്രീ ബഡ്ജറ്റ് റാലിയും പോസ്റ്റ് ബഡ്ജറ്റ് മൂവ്മെൻറ്റൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. വിക്സിനെ സംബന്ധിച്ച് വലിയൊരു മാറ്റം കാണുന്നില്ല. വിക്സ് ഈ 12-10 ഭാഗത്ത് 10നും
ഒരു 16-ൻ്റെ ഇടയ്ക്ക് ഭാഗത്ത് നിന്ന് കളിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. വിക്സ് ഇറങ്ങി വരുന്നത് ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇൻ ദ മണിക്ക് മാത്രമേ പ്ലേ ചെയ്യാവുള്ളൂ. അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ എടുക്കുവാണെങ്കിൽ റിസ്ക് കുറച്ച് കൂടുതലാണ്, പ്രീമിയം DK വരാൻ മൂവ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ഞാൻ പറഞ്ഞ ലെവലിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഒരു ഇംബാലൻസ് മൂവ് വരാൻ പോകുന്നുണ്ട് മാർക്കറ്റിൽ. ആ ഇംബാലൻസ് മൂവ് ക്യാച്ച് ചെയ്യാൻ റെഡി ആയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്തു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കമൻറ്റ് ചെയ്താലും ലൈക്ക് ചെയ്താലും മാത്രമേ, ഷെയറും ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു അൽഗോരിതം, യൂട്യൂബ് അൽഗോരിതം വർക്കാവുള്ളൂ. ഞങ്ങളുടെ ഒരു പോസിറ്റീവ്നെസ്, അതൊരു പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി തരണം. ടാറ്റ ആൻഡ് ഗുഡ് ബൈ ആൻഡ് ഹാപ്പി ബക്രീദ് ടു ആൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.